ഇത് ശ്രീകുമാരി ചേച്ചി, ഇത് ശ്രീകല ചേച്ചി, ചേട്ടത്തി അനിയത്തിയാണ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫാമിലി ഫ്രണ്ട്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ 18 വർഷമായിട്ട് താമസിച്ചിരുന്ന വീടാണത്. തൊട്ടിപ്പുറത്തെ വീടാണിത്. സ്വാഭാവികം അത്രയും വർഷം അടുത്ത് താമസിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധമില്ലേ, ഒരു സുഹൃത്ത് ബന്ധം, എന്ത് പറയാം, ആത്മബന്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഫാമിലിയാണ് ഇത്. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പറ്റിയൊക്കെ പറയേണ്ടി വരുമ്പം ഇവരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ വന്നത്. ഈ മോളുടെ പ്രായമുള്ളപ്പോൾ ഇതിലും ചെറുതില് 3 വയസ്സുള്ളപ്പോൾ വന്നതാണ് ഞാനിവിടെ. ഇതുപോലെ എടുത്തോണ്ട് നടന്നു ഞങ്ങൾ. അന്നേ കലാവാസന ഉണ്ടായിരുന്നു. പാട്ട് പഠിച്ചിരുന്നു, ഡാൻസ് പഠിച്ചിരുന്നു. അതുകൂടാതെ സ്കൂളിലും കോളേജിലും ഒക്കെ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. അന്നേ ഞങ്ങൾക്കറിയായിരുന്നു വലിയ നിലയിലെത്തുമെന്ന്. ഞങ്ങളെപ്പോഴും പറയാറുണ്ടായിരുന്നു. ശരിക്കും വീണയിലെ കലാകാരിയെ കണ്ടെത്തിയത് ഞങ്ങളാണെന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് പറയാൻ പറ്റും. ശരിയാ. കാരണം ഞങ്ങളുടെ സഹോദരൻ വഴിയാണ് വീണ സിനിമയിലെത്തിയത്. അപ്പം എൻ്റെ നിമിത്തമായത് ഞങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതെ, സിനിമാ രംഗത്തേക്ക് വരാനുണ്ടായ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഒരു സത്യം പറയാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. പലർക്കും കളിയൂഞ്ഞാലാണ് അറിയാവുന്നത്. 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഗൗരി, ടി പത്മനാഭൻ്റെ ഗൗരി എന്ന നോവൽ ചിത്രം ആക്കിയപ്പോൾ ശിവപ്രസാദ്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായിരുന്ന മിസ്റ്റർ ശിവപ്രസാദ്, അത് അവരുടെ സഹോദരനാണ്. അപ്പം ശിവൻചായൻ ഇവിടെ വരുമ്പോൾ എന്നെ കാണും, ഇങ്ങനെ ഓടി ഓടി നടക്കും. അപ്പോൾ ഗൗരിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ഞാനാണ്. പാർവതിയായിരുന്നു ഗൗരിയായിട്ട്. അപ്പോൾ പാർവതിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ഞാനാണ്. അങ്ങനെയാണ് ശരിക്കും ഒരു തുടക്കം. അതാണ് കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാട്ടൊക്കെ പാടുമായിരുന്നു. അങ്ങനെയായി ആ പാട്ടുകളൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഇവരുടെ വീട്ടിൽ എൻ്റെ കുഞ്ഞു ശബ്ദത്തിൽ 3 വയസ്സുള്ളപ്പോൾ പാടിയിരുന്ന എൻ്റെ കൊച്ചു ശബ്ദങ്ങളും അന്നൊക്കെ ശരിക്കും ഗൾഫിൽ, ഇവരുടെ ചേട്ടന്മാരെല്ലാം ഗൾഫിലാണ്, ശ്രീമതി ചേച്ചി. അപ്പം എല്ലാവരും വരുമ്പോൾ ഈ ടേപ്പ് റെക്കോർഡറും മറ്റേ മൈക്കും ഒക്കെ കൊണ്ടുവരും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അതില്ല, ടേപ്പ് റെക്കോർഡറൊന്നും ഇല്ല ആ സമയത്ത്. അപ്പം എന്നെ വിളിച്ചിട്ട് ടേപ്പ് റെക്കോർഡർ എന്നൊരു സംഭവമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോഴും ആ കാസറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞു ശബ്ദങ്ങൾ, എൻ്റെ നഴ്സറി റൈംസ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. അതെ, അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ ഇത്രയും വലിയൊരാളായി മാറിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. എനിക്ക് വയ്യ, പാട്ടൊക്കെ ഞങ്ങളാണ് പഠിപ്പിച്ചത്. എന്നെ എടുത്തോണ്ട് നടന്ന്, എന്നെ സാഹിത്യ ഭാഷയിൽ പറയുന്നു. അത് തന്നെ, ചോറ് വാരി തന്ന് ഇത്രയും വളർത്തിയത് ഞങ്ങളാണ്. സത്യമാണ് കേട്ടോ. വീട് അവിടെ ആണെങ്കിലും എപ്പോഴും ഞാൻ ഇവിടെ ആയിരിക്കാം. എപ്പോഴും ഉണ്ണാനും കളിക്കാനും അവിടെ ഉറങ്ങിയിട്ടായിരിക്കും എൻ്റെ അമ്മ എടുത്തോണ്ട് പോണത്. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ഇവിടെ ഒരു ബന്ധുക്കൾ വന്നാൽ വീണ അപ്പുറത്തെ വീട്ടിലല്ല ഈ വീട്ടിലാണെന്ന് വിചാരിക്കത്തുള്ളൂ. കാരണം അതുപോലെ ഇവിടുത്തെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും അറിയാം വീണ ഈ വീട്ടിലെ ഒരു അംഗമാണെന്ന്. എങ്ങനെയുണ്ട് എൻ്റെ നാട്? നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്നു, നല്ല ഭംഗിയില്ലേ? ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഒന്നും സമയമില്ലല്ലോ നമുക്ക് എടുക്കാൻ, അല്ലേ? അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ ഇത്ര രസമുള്ള സ്ഥലം അല്ലേ ഇത്? ചമ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്, ചങ്ങനാശ്ശേരിക്ക് തൊട്ടടുത്തുള്ള ചമ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സംഗീത അധ്യാപകനായ ശ്രീ കുമ്മനം ബാലേന്ദ്ര സാറിൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ ഇതുപോലെ വള്ളത്തിൽ ഒരുപാട് തവണ സാറിൻ്റെ വീട്ടിൽ പോയി പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. വളരെ രസകരമായ അനുഭവമായിരുന്നു. എനിക്ക് തുഴയാനൊന്നും അറിയത്തില്ല, വെള്ളത്തിൽ ചത്തുവത്തേ ഉള്ളൂ, താന്നു. പക്ഷേ ഒരുപാട് തവണ ഇതിൽ ഇതുപോലെ വള്ളത്തിൽ പോയിട്ടുണ്ട്, നല്ല രസമാണ്. പിന്നെ സാറിൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഇതുപോലെ ഗാനമേളയ്ക്ക് പോയി. വൈകുന്നേരമാണേ, ഗാനമേളയുടെ ബോക്സ്, ഇതുപോലൊരു വള്ളത്തിൽ ഗാനമേള ടീം മുഴുവനുണ്ട്. ഞാൻ ഇങ്ങനെ വള്ളം ഇങ്ങനെ ആവുമ്പോൾ ശരിക്കും പേടിച്ചൊരു ദിവസമായിരുന്നു അത്. നാണം തുളുമ്പും പൊന്നാമ്പൽ നീനാമ്പൽ നാലാല വെള്ളിത്തൂവൽ നിന്നെ കാണാൻ വന്നെത്തുന്നു വെള്ളിത്തിങ്കൾ രജനീ ഗീതങ്ങൾ തേടി വീണ്ടും വന്നു സ്നേഹഗീ
നീലാക്കായലോളം തുളുമ്പുന്നു നാണം മയങ്ങും പൊന്നാമ്പൽ. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ കുമ്മനം ബാലചന്ദ്രൻ സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിച്ചിട്ടുള്ളത്. സത്യം പറയട്ടെ, സാറിൻ്റെ ശിക്ഷണത്തിൽ വന്നതിന് ശേഷമാണ് സംഗീതം എത്ര ഞാൻ സീരിയസ് ആയിട്ട് എടുത്തതും ശാസ്ത്രീയ സംഗീതം കൂടുതൽ പഠിച്ചതും അതിലെനിക്ക് പാടാൻ കഴിവുണ്ടെന്നും എനിക്ക് മനസ്സിലായതും അതേ തുടർന്ന് ഞാൻ സംഗീതം ഐച്ഛിക വിഷയമായിട്ട് എടുക്കുന്നതും ഒക്കെ അതിലുള്ളൊരു ആത്മവിശ്വാസം വളർത്തിയെടുത്തത് സാറാണ്. ഞാൻ എന്നെ ശരിക്കും സത്യം പറയല്ലോ ഓരോ ക്ലാസ്സിലും സാർ അങ്ങ് എന്നെ അതുപോലെ ട്രെയിൻ ചെയ്തെടുക്കുമായിരുന്നു. ഒരു മഹാമടിച്ചായിരുന്നു ഞാൻ, സാറിനറിയാം. പക്ഷേ എന്നെക്കൊണ്ട് ഈ സഭാകമ്പം മാറാൻ വേണ്ടി ഒരുപാട് സ്റ്റേജിൽ കച്ചേരി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സാറ് തന്നെ വയലിൻ വായിക്കും, എന്നെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഒരു 10-20 കച്ചേരിയോളം പല അമ്പലങ്ങളിലും സാർ എന്നെക്കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ കച്ചേരിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ പഠിക്കണം, സംഗീതം ഒരിക്കലും കളയരുത്. ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ സാറ് പറയാറുള്ളൊരു കാര്യമാണ്. സാറ് വലിയൊരു സംഗീതജ്ഞനാണ്. ഒരുപാട് ക്ലാസിക്കൽ കച്ചേരി നടത്താറുണ്ട്, ഒരുപാട് സംഗീത കാസറ്റ്സ് ഇറക്കാറുണ്ട്. ഇപ്പോഴും ധാരാളം കച്ചേരികൾക്ക് പോകാറുണ്ട്. വയലിനിസ്റ്റാണ്. വീണ PDC പഠിക്കുന്ന കാലം മുതൽ പഠിപ്പിക്കുന്ന അല്ലേ? അതെ അതെ, കോളേജ് ചങ്ങനാശ്ശേരിയിൽ ഒത്തിരി സ്കൂളിൽ മുതലേ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം മുതലാണ് സാറ് കൂടുതലായിട്ട് മുൻകൈ എടുത്തിട്ട് എനിക്ക് ഒത്തിരി കച്ചേരിക്കും ഒക്കെ ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നത്. നേരത്തെ മുതൽ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും PDC മുതൽ റെഗുലർ ആയിട്ട് ക്ലാസ് എടുക്കുകയും അല്ലേ വീട്ടിൽ വരികയും ചെയ്യുന്നുണ്ട്. അന്ന് അതേ ഈ അഭിനയത്തിൻ്റെ കൂടെ തന്നെ അതേപോലെ തന്നെ ഇപ്പോഴും പാട്ട് തുടരായിരുന്നെങ്കിൽ ഇന്നിപ്പം വളരെ നല്ല രീതിയിലൊരു സംഗീതജ്ഞയായിരുന്നു. പക്ഷെ ഇത് പോയിട്ടുണ്ടൊന്നുമില്ല, പോയിട്ടില്ല. വിളക്കി സാറ് പറയാറുണ്ട് എപ്പോഴും സംഗീത വിളക്ക് പോലെയാണ്, നമ്മൾ തേക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ക്ലാവിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം മണ്ണി കിടന്ന ഇരുമ്പ് തുരുമ്പ് പിടിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസം പാടുന്തോറും അതിൻ്റെ അത് മിനുങ്ങി ഒന്നൊന്ന് ഫിനിഷിങ് ആയി വരും. ഒട്ടും പോയിട്ടൊന്നുമില്ല. ഇനിയും ഒരു ദിവസം ഒരു അരമണിക്കൂർ പാടിയാൽ മതി. ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പാടിയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയത് ആഭോഗ്യാണോ? ആഭോഗ്യാണ്, ശ്രീ മഹാഗണപതി അല്ലേ? സാർ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്, അതേപോലെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ആ കൃതി നമ്മൾ കച്ചേരിക്ക് കൂടുതലും പാടിക്കൊണ്ടിരുന്നത്. അതെ അതെ അതെ, ഗണപതി സ്തുതിയാണ് പാടിക്കൊണ്ടിരുന്നത്. ശ്രീ മഹാഗണപതി, ശ്രീജാലം, ഇത് രണ്ടും ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ശ്രീജാലം, പിന്നെ നഗുമോ പാടുമായിരുന്നു, സ്വാമിനാഥ പാടുമായിരുന്നു. ടഫായിട്ടുള്ള ഒത്തിരി കൃതികൾ ഞാൻ ശരിക്കും പഠിച്ചത് സാറിൻ്റെ അടുത്തു നിന്നാണ്. ശ്രീജാലധരമാശ്രയാമ്യഹം ജലജാക്ഷം ശ്രീജാലധരമാശ്രയാമ്യഹം ജലജാക്ഷം ശ്രീജാലധരമാശ്രയാമ്യഹം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇതെൻ്റെ മാനേജറാണ്, എൻ്റെ സാരഥിയാണ് സിജു ഓബല്ലൂർ. അങ്ങനെ പറയുന്നതാണ് അവന് ഇഷ്ടം. വെറും സിജു എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടത്തില്ല. സിജു ഓബല്ലൂർ എന്ന് പറയണം, ഇത്തിരി ബാസ് കൂട്ടി പറയണം അല്ലേ. ഇത് എൻ്റെ അച്ഛൻ പ്രൊഫസർ രാമചന്ദ്രൻ നായർ, ചങ്ങനാശ്ശേരി NSS കോളേജിൽ എക്കണോമിക്സ് പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു ഇപ്പോൾ. ഇതെൻ്റെ അമ്മ, വീട്ടമ്മയാണ്, ലളിത. അമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ. ഇതെൻ്റെ സിസ്റ്ററിലോ ഷീനു, എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. ബ്രദർ ഇപ്പം സ്ഥലത്തില്ല, ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇതെൻ്റെ ഒരേ ഒരു സുഹൃത്ത്. എനിക്ക് സുഹൃത്തുക്കൾ അധികമൊന്നുമില്ല, ഒറ്റ സുഹൃത്തേ ഉള്ളൂ. എൻ്റെ കൂടെ പഠിച്ചാണ്, ക്ലാസ്മേറ്റാണ്, എൻ്റെ ബന്ധുവും കൂടിയാണ്. അശ്വതി നല്ലൊരു ഗായികയാണ് കേട്ടോ. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന എൻ്റെ കുടുംബം, കൊച്ചു കുടുംബം. ഇത് എൻ്റെ എല്ലാമായ എൻ്റെ പ്രമോദ്, എൻ്റെ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഹസ്ബൻഡ് ദുബായിൽ നാഷണൽ ബാങ്ക് ഓഫ് ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ
കുഞ്ഞുമോള് എൻ്റെ അമ്പോറ്റി ഞങ്ങളുടെ പൊന്നുമോള് ഗൗരി പ്രമോദ്. കല്യാണത്തിന് അങ്ങനെ മുമ്പ് കണ്ടിട്ടുള്ളതെന്നല്ല, മീൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മളവിടെ ദുബായിൽ, അതാണ് ആദ്യമായിട്ട് നേരിട്ടുള്ള ഒരു ശരിക്കും ഭയങ്കര സ്ട്രേഞ്ചർ ആയിരുന്നു കേട്ടോ. ശരിക്കും ഫസ്റ്റ് ആ ഒരു സമയം നന്നായിരുന്നു. ആ രണ്ടാഴ്ച ഞങ്ങളുടെ ഒരു രണ്ടുപേർക്കും അറിയാവുന്ന ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി മുഖാന്തരമാണ് കല്യാണം വന്നത്. അപ്പം എനിക്കിങ്ങനെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അമ്മ അച്ഛനും ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇപ്പം പറഞ്ഞ രേഖ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയോട് പറഞ്ഞിരുന്നു, നല്ല ബന്ധം ഉണ്ടെങ്കിൽ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പുള്ളിക്കാരി മനസ്സിൽ വെച്ചിരുന്നിട്ടുണ്ടാവണം. അതേപോലെ പ്രമോദിൻ്റെ അമ്മ അതുപോലെ രേഖ അവിടെ വെച്ച് കണ്ടപ്പം പറഞ്ഞു, മോൻ ഇങ്ങനെ കല്യാണ ആലോചന വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെ പ്രവീണെ ആലോചിക്കാം. പ്രവീണ അറിയാമല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ സിനിമയിലൊക്കെ വന്നു തുടങ്ങി. ശരിക്കും പോപ്പുലറായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം പ്രമോദിൻ്റെ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കലാസ്വാദകയാണ്. സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടം, സിനിമ, പാട്ട്. ഇനി ഇവരുടെ ഫാമിലിയിൽ ഒരു എന്താ പറയുക, സിനിമ പാരമ്പര്യമുള്ളൊരു ഫാമിലിയാണ് ഇവരുടെ. വഞ്ചിയൂർ മാധവൻ നായർ, TKB എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരുപാട് ഫിലിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് നസീറിൻ്റെ കാലത്തൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ്. അപ്പം അവർക്ക് സിനിമ അവിടെ വലിയ താല്പര്യമുള്ളൊരു ഫാമിലിയാണ്. അങ്ങനെ വീട്ടിൽ വന്നു, അവർ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് അന്വേഷിച്ച് ജാതകം കൈമാറി. ജാതകം നോക്കിയപ്പം നല്ല പൊരുത്തം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചവരാണ്. വിവാഹത്തിന് മുമ്പ് അങ്ങനെ സിനിമ പിന്നെ ജസ്റ്റ് കണ്ടതെന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് കല്യാണം എത്താറായപ്പം ആണ് സിനിമ കണ്ടത്. അതിന് മുമ്പ് പക്ഷേ TV-യിൽ പ്രസൻറ്ററായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട് ചില പ്രോഗ്രാംസ്. നന്നായി, കൂടുതലൊന്നും കാണാം. കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വിവാഹം നടക്കി. ഇപ്പോഴും എനിക്ക് സത്യം പറയാലോ, ആര് കാണുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എനിക്ക് ചമ്മൽ പ്രമോദ് കാണുമ്പോഴേ. എൻ്റെ പ്രോഗ്രാം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. എൻ്റെ ഇത് വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. പ്രമോദ് അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഓഫ് ചെയ്യും. പക്ഷെ പ്രമോദ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ.